ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് എന്ന ജാപ്പനീസ് അനിമി സീരീസിൻ്റെ എപ്പിസോഡ് 2 ആണ്. ഈ അനിമിയുടെ പേര് കുറച്ച് വലുതായോണ്ടാണ് ഇതുപോലെ ഷോർട്ടാക്കി പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഗോട്ട് എ ചീറ്റ് സ്കിൽ ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 2. ഹീറോ ആ പെണ്ണിനെ കണ്ടിട്ട് ഒന്നും ഓർമ്മയില്ലാത്ത പോലെ നിൽക്കുന്ന സമയത്ത് അവളാണെങ്കിൽ നിനക്കെന്നെ മനസ്സിലായില്ലേ, അന്ന് കൺവീനിയൻസ് സ്റ്റോറിൽ വെച്ച് ചില പയ്യന്മാരെന്നെ ഹരാസ് ചെയ്ത സമയത്ത് നീയല്ലേ എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നേ എന്ന് പറയുമ്പോൾ ഹീറോയും ഓ സോറി, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങൾക്കെങ്ങനെ എൻ്റെ പേരറിയാം എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അന്ന് എനിക്ക് നിന്നോട് പ്രോപ്പറായിട്ടൊരു താങ്ക്സ് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. OC അക്കാഡമിയിൽ ചേരുന്നതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ അതൊരു സൂപ്പർ എലൈറ്റ് സ്കൂളല്ലേ, നിങ്ങൾ അവിടെയാണോ പഠിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവളും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനതിൽ ക്ഷമിക്കണം, എൻ്റെ പേര് കയോരി ഹോജോ, OC അക്കാഡമിയിലെ സ്റ്റുഡൻറ് കൗൺസിലിലുള്ളൊരു മെമ്പറാണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് അവളെ കൂടെയുള്ള മെയ്ഡാണെങ്കിൽ കയോരീൻ്റെ ഫാദറാണ് OC അക്കാഡമി ബോർഡിൻ്റെ ചെയർമാൻ. കയോരീനെ നിങ്ങൾ രക്ഷിച്ച കാരണം തന്നെ അദ്ദേഹം നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ OC അക്കാഡമിയിൽ ചേരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ നിങ്ങളുടെ ഓഫറിന് വളരെ താങ്ക്സ്. സത്യം പറഞ്ഞ കയോരീനെ ഞാനല്ല രക്ഷിച്ചത്, പോലീസുകാർ വന്നോണ്ടാണ് അവള് രക്ഷപ്പെട്ടത്. പിന്നെ OC അക്കാഡമിയിൽ പഠിക്കാനുള്ള അക്കാഡമിക് സ്കിൽസ് ഒന്നും എൻ്റെ പക്കലില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ്റെ ബ്രദറാണെങ്കിൽ ഈ ലൂസറിന് പകരം ഞങ്ങൾ രണ്ടുപേരെയും നിങ്ങൾ അക്കാഡമിയിൽ ചേരാൻ വേണ്ടി അനുവദിക്കണം എന്ന് പറയുമ്പോൾ കയോരിയാണെങ്കിൽ ഓൾറെഡി അവരെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഹീറോനോടുള്ള പെരുമാറ്റം വളരെ മോശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഹീറോൻ്റെ അടുത്ത് OC അക്കാഡമി ഒരാളുടെ അക്കാഡമിക് സ്കിൽസിനേക്കാളും നല്ല സ്വഭാവത്തിനാണ് പ്രാധാന്യം നൽകുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുന്ന സമയത്ത് അവളെ മെയ്ഡാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഇവിടെ നിന്ന് ചർച്ച ചെയ്യാതെ അവനെ സ്കൂള് ചുറ്റിക്കാണിക്കുന്നതല്ലേ നല്ലത്, യൂയ നീ റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും നമ്മൾ ഇപ്പം തന്നെ പോകാൻ പോവാണോ എന്ന് പറയുന്ന സമയത്ത് മെയ്ഡാണെങ്കിൽ നിങ്ങൾ വരുന്നതിനെക്കുറിച്ച് ഞാൻ സ്കൂളിൽ ഇൻഫോം ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഹീറോയും അവരെ കൂടെ പോകുന്നുണ്ടാവും. അങ്ങനെ അവൻ ആ അക്കാഡമിയിൽ എത്തുന്ന സമയത്ത് ഈ സ്ഥലത്തിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവിടെ അഡ്മിഷൻ കിട്ടുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് ചിന്തിച്ചിട്ട് ചെയർമാന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയർമാനും അങ്ങോട്ട് വരുന്നുണ്ടാവും. കയോരി നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിവേ എൻ്റെ മകളെ രക്ഷിച്ചതിന് വളരെ താങ്ക്സ് എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പോലീസുകാർ വന്നോണ്ടാണ് നിങ്ങളെ മകള് രക്ഷപ്പെട്ടത്, ഞാനൊരു ഹീറോ ഒന്നുമല്ല എന്ന് പറയുന്ന സമയത്ത് കയോരി അത് കേട്ടിട്ട് മറ്റുള്ളവരൊക്കെ എന്നെ വെറുതെ നോക്കി നിൽക്കുന്ന സമയത്ത് നീയാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ചെയർമാനും അതെ, ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്തതിലൂടെ തന്നെ നീ ഒരു നല്ല ക്യാരക്ടറാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് പോയിന്റിലേക്ക് വരാം. നീ ഞങ്ങളുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ നീ എൻ്റെ മകളെ രക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി നന്ദി പറയേണ്ടതിനാൽ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നതിനെ കുറിച്ചൊന്നും നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോയും ഇതൊക്കെ എനിക്കൊരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. ഈ അക്കാഡമിയിൽ പഠിക്കുന്നവരൊക്കെ വളരെ ജീനിയസ് ആണ്, എന്നാൽ ഞാനോ എന്ന് പറയുന്ന സമയത്ത് ചെയർമാനാണെങ്കിൽ ജീനിയസ് എന്ന വാക്കുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നുണ്ടാവും. എന്നാൽ ചെയർമാനാണെങ്കിൽ എൻ്റെ ഡെഫിനിഷൻ അങ്ങനെയല്ല. ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു എഫക്റ്റീവായിട്ടുള്ള മാർഗം കണ്ടെത്താൻ കഴിയും. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കാൻ കഴിയും, പ്രത്യേകിച്ച് നിന്നെപ്പോലത്തെ ചെറുപ്പക്കാർക്ക്.
ഈ പ്രായത്തിൽ നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്ത് ജീവിതം ആസ്വദിക്കുകയാണ് വേണ്ടത്. അല്ലാതെ സ്വയം വീക്കാണെന്ന് കരുതരുത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നീ സമയമെടുത്ത് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പഠിക്ക് എന്ന് പറയുമ്പോൾ അവന് മുത്തശ്ശനെ ഓർമ്മ വരുന്നുണ്ടാവും. ചെയർമാനാണെങ്കിൽ ഈ അക്കാഡമീനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്നൊരു ട്രയൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ മിസ് സാലഡ എന്ന് പറഞ്ഞൊരു ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ടാവും. ചെയർമാൻ ആ ടീച്ചറിൻ്റെ അടുത്ത് യൂയ അക്കാഡമി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് അവന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ആ ടീച്ചറും ഹീറോൻ്റെ അടുത്ത് നിനക്ക് എന്തിനെങ്കിലും കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ഹീറോ ഓസി അക്കാഡമിയിലെ അവൻ്റെ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ടീച്ചറും അവനെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ടാവും. എന്നാൽ ഹീറോയ്ക്കാണെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവില്ല. ആ സമയത്ത് ചെയർമാൻ പറഞ്ഞ പോലെ നമ്മളെ തന്നെ സ്വയം ചാലഞ്ച് ചെയ്ത് ജീവിതത്തെ ആസ്വദിക്കാൻ പഠിക്കണം എന്ന് ചിന്തിച്ചിട്ട് ഇതൊരിക്കലും എൻ്റെ പഴയ സ്കൂൾ പോലെ ആകൂല എന്ന വിശ്വാസത്തോടെ ഉള്ളിലോട്ട് പോയി എൻ്റെ പേര് യൂയ ടെൻജോ. ഇന്ന് എൻ്റെ ട്രയൽ എൻറോൾമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ക്ലാസ്സിൽ പങ്കെടുക്കും. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് സ്റ്റുഡൻസ് ഒന്നും പ്രത്യേകിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഹീറോ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ അവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഹീറോൻ്റെ ഭംഗി കണ്ട് സ്റ്റണ്ണായി നിൽക്കുന്നുണ്ടാവും. ടീച്ചറും സ്റ്റുഡൻസിൻ്റെ അടുത്ത് യൂയനെ വെറുതെ നേർവസ് ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോൻ്റെ അടുത്ത് നീ വിൻഡോൻ്റെ അടുത്തുള്ള സീറ്റ് എടുത്തോ എന്ന് പറയുമ്പോൾ ഹീറോയും അങ്ങോട്ട് പോയി ഇരിക്കുന്നുണ്ടാവും. ടീച്ചർ എന്നാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തോ, പിന്നെ യൂയ നീ തൊട്ടടുത്തുള്ള ക്യോട്ടൻ്റെ ടെസ്റ്റിൽ നോക്കിക്കോ എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണും ഹീറോക്ക് വേണ്ടി ടെസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ക്ലാസ് കഴിയുന്ന സമയത്ത് സ്റ്റുഡൻസ് ഒക്കെ ഹീറോൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ, നീ മുമ്പ് ഏത് സ്കൂളിലാണ് പഠിച്ചേ എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ അങ്ങോട്ട് വന്നിട്ട് അവൻ ലഞ്ച് പോലും കഴിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളിങ്ങനെ അവനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയുന്ന സമയത്ത് ആ സ്റ്റുഡൻസും അവിടെ നിന്ന് പോകുന്നുണ്ടാവും. ഹീറോ എല്ലാം നിങ്ങളെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അവൻ റിയോ ഇഗറാശി, നിങ്ങൾക്ക് എന്നെ റിയോ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഫറ്റേരിയയിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ഹീറോയും അവൻ്റെ കൂടെ പോകുന്നുണ്ടാവും. അവിടുത്തെ മെനു കാർഡ് കാണുന്ന സമയത്ത് ഹീറോ ആകെ ഷോക്കാവുന്നുണ്ടാവും. കാരണം അവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസിനും 500 യെന്നിന് താഴെയായിരിക്കും പ്രൈസ് ഉണ്ടാവുക. റിയോ അവൻ്റെ അടുത്ത് ഇവിടെ എന്നും ഒരു ഡെയിലി സ്പെഷ്യൽ ഉണ്ട്, അത് തികച്ചും സൗജന്യമാണ് എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവർ ഫുഡ് വാങ്ങി വരുന്ന സമയത്ത് ഹീറോൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഷിങ്കോ എന്ന് പറഞ്ഞ പയ്യൻ അവൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരെ വിളിക്കുന്നുണ്ടാവും. റിയോ ഷിങ്കോൻ്റെ അടുത്ത് നീ ഇന്നലത്തെ സൂപ്പർ ഹെവി മെക്കാലോഡിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് ഹീറോ അവരടുത്ത് നിങ്ങൾ അനിമീസൊക്കെ വാച്ച് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷിങ്കോ ആണെങ്കിൽ ഞാൻ അവന് 2-3 അനിമീസൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അവൻ അനിമിയിൽ അഡിക്റ്റ് ആയിന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഹീറോൻ്റെ അടുത്ത് നീ ഏതെങ്കിലും ക്ലബിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഇതുവരെ ഇല്ല, അല്ല നിങ്ങൾ ഏതെങ്കിലും ക്ലബിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് റിയോ ആണെങ്കിൽ ഞാൻ ഗോയിങ് ഹോം ക്ലബിലെ മെമ്പറാണ് എന്ന് പറയുന്നുണ്ടാവും. ഷിങ്കോ ആണെങ്കിൽ അവൻ്റെ ബാഗിൽ നിന്ന് ഒരു ഗെയിമിംഗ് ഡിവൈസ് എടുത്തിട്ട് ഞാൻ ഗെയിമിംഗ് ക്ലബിലാണ് എന്ന് പറയുമ്പോൾ ഹീറോ സ്കൂളിൽ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഷിങ്കോ ഉറപ്പായിട്ടും പറ്റും, കാരണം നമ്മൾ ക്ലാസ് ടൈമിൽ ഇതൊന്നും എടുക്കൂല എന്ന് ടീച്ചേഴ്സിന് അറിയാം എന്ന് പറയുമ്പോൾ റിയോ ആണെങ്കിൽ ഇത് ലേറ്റസ്റ്റ് മോഡലല്ലേ, നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഹീറോനെയും അവരെ കൂടെ ഗെയിം കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടാവും. അങ്ങനെ അന്നത്തെ അവൻ്റെ ക്ലാസ് കഴിയുന്ന സമയത്ത് ചെയർമാൻ ഹീറോൻ്റെ അടുത്ത് ഓസി അക്കാഡമീനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും ഈ സ്കൂൾ വളരെ അമേസിംഗ് ആണ്, പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസും വളരെ ഇംപ്രസീവ് ആണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മനസ്സിലാണെങ്കിൽ എല്ലാവരും എന്നെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് ചിന്തിക്കുന്നുണ്ടാവും.
ചെയർമാൻ ആണെങ്കിൽ അപ്പം നീ ഞങ്ങളെ സ്കൂളിൽ ചേരാൻ തയ്യാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് അപ്പോഴും വലിയ കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവൂല. അത് കണ്ടിട്ട് ചെയർമാനും എനിക്ക് നിന്നിൽ വിശ്വാസമാണ്, ഓസി അക്കാഡമിയിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് ചേരാൻ നീ യോഗ്യനാണ് എന്ന് പറയുമ്പോൾ ഹീറോയും താങ്ക്സ്, നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കയോരിയാണെങ്കിൽ നീ ഈ സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല, എന്നാലും ഈ സ്കൂളിൻ്റെ ഭാഗമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ കയോരിയും നീ ബിസി അല്ലെങ്കിൽ എൻ്റെ കൂടെ ഔട്ടിങ്ങിന് വരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും അവളെ കൂടെ പോകുന്നുണ്ടാവും. ഹീറോ ഈ സ്ഥലം വളരെ ഫാഷനബിൾ ആണ്, നീ നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്ന സമയത്ത് കയോരിയാണെങ്കിൽ ഞാൻ അങ്ങനെ ആളുകളുമായി ടൈം സ്പെൻഡ് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഹീറോ അത് എന്തുകൊണ്ടാ എന്ന് ചോദിക്കുന്നുണ്ടാവും. അതിന് കയോരിയും കാരണം എൻ്റെ ഫാദറിൻ്റെ ജോബാണ്, ഞാൻ ചെയർമാൻ്റെ മകളായതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും എന്നിൽ നിന്ന് അല്പം അകലം പാലിക്കും, എന്നാൽ നീ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചത് എന്ന് പറയുന്ന സമയത്ത് ഹീറോയ്ക്കൊന്നും പറയാൻ കിട്ടാത്ത കാരണം തന്നെ അവൻ വിഷയം മാറ്റാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ആ ഡിസേർട്ട് കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് ഇത് വളരെ ഡിലീഷ്യസ് ആണ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ ഇത് ഇത്രയും ഡിലീഷ്യസ് ആയതുകൊണ്ട് തന്നെ ഈ മെനുവിലുള്ള എല്ലാം ട്രൈ ചെയ്യാൻ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കയോരീൻ്റെ അടുത്ത് നിനക്കെങ്ങനെ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞേ, നമ്മൾ കൺവീനിയൻസ് സ്റ്റോറിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സമയത്ത് ഞാൻ കുറച്ച് തടിച്ചിട്ടല്ലേന്നോ എന്ന് പറയുന്ന സമയത്ത് കയോരിയും നീ പറഞ്ഞത് ശരിയാണ്, എന്നാൽ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത് നിന്റെ കണ്ണ് കണ്ടിട്ടാണ്, നീ ഇപ്പം കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്, പക്ഷേ നിന്നെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത് നിന്റെ കൈൻഡ്നെസ്സും സത്യസന്ധതയുമാണ് എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ ഹോജോ നീയും വളരെ കൈൻഡാണ് എന്ന് പറയുമ്പോൾ അവള് ഡെസ്പാവുന്നുണ്ടാവും. ഹീറോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഞാൻ കരുതിയത് നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സായി എന്നാണ്, എന്നാൽ നീ ഇപ്പോഴും എന്നെ ഹോജോ എന്നാ വിളിക്കുന്നത്, നിനക്ക് എൻ്റെ ഫസ്റ്റ് നെയിമായിട്ടുള്ള കയോരി എന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും നമ്മൾ അത്രയും ക്ലോസ് ആയോ എന്ന് ചിന്തിച്ചിട്ട് ശരി നിനക്കിഷ്ടം അതാണെങ്കിൽ ഞാൻ കയോരിന്ന് തന്നെ വിളിക്കാം എന്ന് പറയുന്ന സമയത്ത് അവളും ഹാപ്പി ആയിട്ട് അവളെ ഡിസേർട്ട് ഹീറോയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഹീറോ ഷൈ ആവുന്നുണ്ടാവും. അതിന് പകരം നീ എൻ്റെ ഡിസേർട്ടും കഴിച്ചോ എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്ന സമയത്ത് അവളും അത് കഴിക്കുന്നുണ്ടാവും. അത് കാണുന്ന ആൾക്കാരൊക്കെ ഇവർ കപ്പിൾസ് ആണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഹീറോ അനദർ വേൾഡിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നതായിരിക്കും. അവൻ മനസ്സിലാണെങ്കിൽ ഞാൻ ഓസി അക്കാഡമിയിലെ ഒഫീഷ്യൽ സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ ബിസി ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് അവിടെയുള്ളൊരു സ്ലൈം മോൺസ്റ്ററിനെ കൊല്ലുന്നുണ്ടാവും. എന്നാൽ അവൻ വളരെ സ്ലോ ആയിട്ടായിരിക്കും ലെവലപ്പ് ആവുന്നുണ്ടാവുക. അത് കണ്ടിട്ട് ഹീറോയും ഈ പ്രോപ്പർട്ടീൻ്റെ പുറത്തേക്ക് പോവാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കൂടുതൽ പവർഫുൾ ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു അലർച്ച കേൾക്കുന്നുണ്ടാവും. ഹീറോയും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് ഒരു ജനറൽ ഗോബ്ലിൻ ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഹീറോയും അവളെ രക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അതിനെ ഡിഫീറ്റ് ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഈ ലോകത്തും മനുഷ്യന്മാരുണ്ടല്ലേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പെണ്ണാണെങ്കിൽ നിന്റെ ബാക്കിൽ നോക്ക് എന്ന് പറയുന്ന സമയത്ത് ഹീറോയും ആ ഗോബ്ലിൻ്റെ അറ്റാക്കിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടാവും. എന്നാൽ ആ ഗോബ്ലിൻ അവനേക്കാളും വളരെ ഫാസ്റ്റും പവർഫുള്ളും ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൻ മനസ്സിലാണെങ്കിൽ ഈ ബാറ്റിൽ കുറച്ച് ടഫാണ്, പക്ഷേ എൻ്റെ കയ്യിൽ എനിക്ക് മാത്രം യൂസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് പവേഴ്സ് ഉണ്ട്, അത് ഞാൻ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്ന് ചിന്തിച്ചിട്ട് അവൻ ഐറ്റം ബോക്സിലുള്ള വെപ്പൺസൊക്കെ യൂസ് ചെയ്ത് ആ മോൺസ്റ്ററിനെ കൊല്ലുന്നുണ്ടാവും. എന്നിട്ട് ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ അപ്കോൺഷ്യസ് ആവുന്നുണ്ടാവും.
ആ സമയത്ത് അലക്സിയ എന്ന് വിളിച്ച് കുറച്ച് സോൾജേഴ്സ് അങ്ങോട്ട് വരുമ്പോൾ ഹീറോ ഇൻവിസിബിൾ ആവുന്നുണ്ടാവും. അതിലുള്ളൊരാള് ആ പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് അവക്ക് ജീവനുണ്ട് എന്ന് പറയുന്നുണ്ടാവും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് അറിയിക്കുക. എന്നാൽ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗൈസ്.